150 കാറുകൾ ഒരു ദിവസം ഡെലിവറി കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് നോർമലി നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അതിൽ കൂടുതൽ കൊടുത്ത ആളുകളുണ്ട്. പക്ഷേ ലോഞ്ച് ചെയ്ത് 13ാമത്തെ ദിവസം തന്നെ ഒരു ബ്രാൻഡ് ന്യൂ കാറിൻ്റെ ഇത്രയും മാസ് ഡെലിവറി കേരളം ആദ്യമായിട്ടാണ് കാണുന്നത് പറയാം. ഇഞ്ചോൺ ഗിയ ആണ് ചിങ്ങം 1 ഈ ഒരു ഇവന്റ് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും പുതിയ മോഡലായ കിയ സീറോ സിവിയുടെ 150 യൂണിറ്റ് ആണ് ഇന്ന് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലെത്തുന്നത്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം, ഇവിടെ നമുക്ക് ഒരുവിധം വേരിയൻസും കളേഴ്സും സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റിയെന്നുള്ളതാണ്. സോ ഇത് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നവർക്ക് ആദ്യം കളേഴ്സ് വിശദമായിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. സോ കൊച്ചിയിൽ നമ്മുടെ ബോൾഗാട്ടി ഇൻ്റർനാഷണൽ കൺവെൻഷൻ സെൻറ്ററിൽ വളരെ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇവൻ്റാണ് ഇവിടെ നടന്നിട്ടുണ്ടായിരുന്നത്. ഒരു 4 സർക്കിളായിട്ടാണ് അല്ലേ, 1 2 3 4 5 സർക്കിളായിട്ടാണ് വാഹനങ്ങൾ ഇട്ടിട്ടുള്ളത്. അതിൽ ഇന്നർ സർക്കിൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം 18 കാറുകളാണ് ലൈനപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സെക്കൻഡ് സർക്കിളിൽ ഏകദേശം 30ഓളം വാഹനങ്ങളുണ്ട്. അങ്ങനെ 5 സർക്കിളുകളാണ് നമുക്ക് ഇവിടെ മൊത്തം ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറയാം. ഏകദേശം കളേഴ്സ് നോക്കുകയാണെങ്കിൽ ഇത് നമുക്കൊരു മാറ്റ് സിൽവർ വരുന്നൊരു ഓപ്ഷനാണ്. നല്ല സ്റ്റൈലിഷ് ആയിട്ട് ഒരു ഗോൾഡൻ ടച്ചൊക്കെ നമുക്ക് ഒരു വെയിലത്ത് കാണുമ്പോൾ ഫീൽ ചെയ്യും. നൈസായി വന്നിട്ടുണ്ടെന്ന് പറയാം. ഇതാണ് ഓവറോൾ ലുക്ക്. നമുക്കിതൊരു നമ്മുടെ ORM ഒക്കെ ഏത് കളർ എടുത്താലും നമ്മുടെ ഗ്ലോസി ബ്ലാക്കാണ് ലഭിക്കുക. സോ ഇതൊരു ഗ്ലോസി അല്ല, മാറ്റ് സിൽവറാണ് വന്നിട്ടുള്ളത്. ഇത് നോർമൽ നമ്മൾ കണ്ടിട്ടുള്ള ബ്ലാക്ക് കളർ, അറോറ ബ്ലാക്ക് എന്നാണ് നമ്മുടെ ഒരു ടെക്നിക്കൽ ടേം എന്ന് പറയുന്നത്. സോ അത് സാധാരണ കിയാണ് അത് നമ്മുടെ ഇവിടെ പോപ്പുലർ ആക്കിയെന്ന് പറയുന്നത്. ഒരു ബ്ലാക്ക് സെൽട്ടോ സോണറ്റൊക്കെ ഇറങ്ങിയ സമയത്ത് എഗെയിൻ ഇത് നമ്മൾ കണ്ടു തന്നെയാണ്. ഇതിന് റെഡാണ്. സോ 3 റെഡ് ഒരുമിച്ച് വെക്കുന്നുണ്ട്. സോ ഇതാണ് നമ്മുടെ റെഡ് കളർ ഓപ്ഷൻ വന്നിട്ടുള്ളത്. ഇതും നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ സ്പോർട്ടി ആയിട്ടുള്ള ഒരു മോഡലായിട്ട് മാറുന്നുണ്ട്. ഒരുപാട് പേർക്ക് ഈ സിറോസിൻ്റെ ലുക്ക് ഇഷ്ടമില്ലാത്ത ഒരുപാട് പേരുണ്ട്. പേഴ്സണലി എനിക്കറിയാവുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മോഡലാണ് എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി നമ്മളിപ്പോൾ മാറ്റ് സിൽവർ ഉണ്ടല്ലോ, അതിൻ്റെ തന്നെ സെയിം ഗ്ലോസി സിൽവറും അവൈലബിൾ ആണ്. ഇതൊക്കെ നമ്മൾ കണ്ട കളറാണ്. ഇതാണ് ആ ഒരു ഗ്ലോസി സിൽവറിൻ്റെ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ സെയിം ആ ഒരു കാണുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഒരു ഗോൾഡൻ ടച്ചൊക്കെ വരും. പക്ഷേ എന്താ ചേഞ്ച് എന്ന് വെച്ചാലും ഇത് ഗ്ലോസിയാണ്. സോ ആ ഒരു അതിൻ്റെ ഡിഫറൻസ് അറിയാമല്ലോ. നമുക്കൊരു കോട്ടിങ്ങൊക്കെ ചെയ്യാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ബെസ്റ്റാണെന്ന് പറയാം. മാറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് അത്തരം കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു എന്താ പറയുക, നിങ്ങൾ വേറെ എക്സ്ട്രാ പൈസ മുടക്കിയിട്ട് അതിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അത് മാറ്റ് ഫിനിഷിൽ തന്നെ നമുക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ്. സോ ഇത്രയും കളേഴ്സ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതും നമുക്ക് ആ ഒരു സിൽവറാണ്. പക്ഷേ ഇവിടെ ഏറ്റവും കുറവുള്ള റെയർ ആയിട്ടുള്ളൊരു കളർ ഞാൻ കണ്ടത് ഗ്രേ ആണ്. അതായത് ഗ്രേ ഇത്രയും 150 വണ്ടികളിൽ ഞാനിപ്പോൾ ഒരുവിധം എല്ലായിടത്തും നടന്നെത്തി, പക്ഷേ ഒരു വണ്ടിയെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൂ. അത് ഈ കളറാണ്. ഒരു ഗ്രേ ഫിനിഷ് ഈ ഒരു കളറാണ് വരിക. ഇത് നോർമൽ സിറോസിലുള്ള കളറാണ്. പക്ഷേ EVയിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അതും ഈ ഇത്രയും 150 വണ്ടിയിലും ഇവിടെ ഈ ഒരൊറ്റ യൂണിറ്റ് മാത്രമേ ഞാൻ ഒരു ഗ്രേ ഫിനിഷിൽ കണ്ടിട്ടുള്ളൂ. ഒറ്റ നോട്ടല്ലെങ്കിൽ ചിലപ്പോൾ വീഡിയോയിൽ ബ്ലാക്ക് ആയിട്ടൊക്കെ തോന്നുന്നുണ്ടാവും. അല്ല, ഇതൊരു ഗ്രേ ഫിനിഷാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. സോ ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് നിൽക്കുന്ന പെട്ടെന്ന് നമുക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പിക്ക് ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ. അതുകൂടാതെ പീറ്റർ ഒലീവ് ഉണ്ട്. നമ്മുടെ സെൽട്ടോസ് സെക്കൻഡ് ജെൻ ലോഞ്ച് ചെയ്ത സമയത്ത് ഭയങ്കര ട്രെൻഡായി നിന്നിട്ടൊരു കളറായിരുന്നു പീറ്റർ ഒലീവ്. അത് നമുക്കിവിടെ സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫുൾ ബ്ലാക്ക് ആണ് കേട്ടോ കൂടുതൽ. നമുക്ക് ബ്ലാക്കിനുള്ള ഒരു ഇഷ്ടം, പ്രത്യേകിച്ച് കിയ എന്ന് പറയുമ്പോൾ കിയ വാഹനങ്ങൾ ബ്ലാക്കും ഒരു ഡെഡ്ലി കോമ്പിനേഷനാണെന്ന് പറയാം. അതുകൊണ്ട് ഒരുപാട് ബ്ലാക്ക് കാണാം. ഇതാണ് ഞാൻ പറഞ്ഞ പീറ്റർ ഒലീവ്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടും കണ്ടിട്ടുള്ള കളേഴ്സ് തന്നെയാണ് സെൽട്ടോസിനും സോണറ്റിലൊക്കെ ആയിട്ട്. സോ ഇതാണ് നമ്മുടെ പീറ്റർ ഒലീവ്. അത് എല്ലാ കളേഴ്സിനായിട്ടും നമ്മുടെ ഒരു ഗ്ലോസി ബ്ലാക്ക് ORM കാര്യങ്ങളും സൈഡിലുള്ള ബീഡിങ് കാര്യങ്ങളൊക്കെ മാച്ച് ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറയാം. സിൽവറിലേക്ക് വരുമ്പോൾ അതോടെ സിൽവർ കളർ ആവുന്നുണ്ട്. ഇവിടെ നമുക്ക് ബോഡി കളർ ആവുന്നുണ്ട്. അത്തരത്തിൽ സൈഡ് ബീഡിങ്ങുകളുടെയൊക്കെ കളർ കോമ്പിനേഷനിൽ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ വൈറ്റ് ഓൾറെഡി കണ്ടു എന്ന് വിചാരിക്കുന്നു. ഇല്ല, വൈറ്റ് ഒരുപാട് നമുക്ക് ചുറ്റും കാണാനുണ്ട്, പക്ഷേ ഞാൻ കാണിച്ചിട്ടില്ല. സോ വൈറ്റ് ബോഡി കളർ വരുമ്പോൾ നമുക്കൊരു സൈഡ് ബീഡിങ്ങും വൈറ്റ് കളറിലേക്ക് മാറുന്നുണ്ട്. ഗ്ലോസി ബ്ലാക്ക് ORMs തന്നെയാണ് അപ്പോൾ വരിക. സോ വൈറ്റ് ബ്ലാക്ക് കോമൺ ആയതുകൊണ്ടാണ് അത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. സോ ഇത്രയൊക്കെയാണ്. ഇനി നമുക്ക് മാറ്റ് ഏറ്റവും ടോപ്പിൽ എക്സലൈൻ എന്ന് പറയുന്ന പേരിൽ നമ്മൾ ഓൾറെഡി സെൽട്ടോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷിലൊരു ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും ഒരു ഭയങ്കരമായിട്ട് പ്രീമിയം ഫീൽ തോന്നിക്കുന്ന ഒരു കളറാണ്. സോ അത് നമുക്ക് സീറോ CVയിൽ അവൈലബിൾ ആണ്. ഇത്തരത്തിൽ 9 കളേഴ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി പറയാൻ വിട്ടുപോയിട്ടുള്ളൊരു കളർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമുക്കൊരു ബ്ലൂ, നോർമൽ ബ്ലൂ അല്ല, ചെറിയൊരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു ബ്ലൂ ആണ് നമുക്കിത്. നോർമൽ സിറോസിൽ ഓൾറെഡി ഇറങ്ങിയിട്ടുള്ളൊരു കളർ തന്നെയാണ്, നമുക്ക് EVയിൽ മാത്രം വന്നിട്ടുള്ളതല്ല. സോ ഇത്രയും കളേഴ്സ് 9 കളേഴ്സിന് നമുക്ക് സീറോ CV അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാ കളേഴ്സും ഇൻക്ലൂഡായി എന്ന് വിചാരിക്കുന്നു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട കളർ എന്ന് പറഞ്ഞാൽ ആ ഒരു മാറ്റ് സിൽവറും അതുപോലെ തന്നെ ഗ്ലോസി സിൽവറാണ് കേട്ടോ. അത് അവിടെ നിൽക്കുന്ന ആ ഒരു ഗോൾഡൻ ടച്ച് വരുന്നത് അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. കുറച്ചുകൂടി നല്ല റോഡ് പ്രസൻസ്, കുറച്ചുകൂടി വലിയൊരു വണ്ടിയുടെ ഫീല് കാര്യങ്ങളൊക്കെ അതിൽ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും കളേഴ്സാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. മറ്റുള്ള കാര്യം നോക്കുകയാണെങ്കിൽ നമുക്ക് സ്പേസിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് കേട്ടോ. നിങ്ങളൊരു സീറോ CV സ്വന്തമാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല. സ്പേഷ്യസ് ആയിട്ടുള്ള ക്യാബിനായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അത് വേറൊരാളുടെ വണ്ടിയാണ്, എന്നാലും ഇഷ്ടം തുറന്ന് കാണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇത്തരത്തിൽ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ക്യാബിൻ നമുക്ക് കിട്ടുമെന്നതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. നമുക്കൊരു ഫാമിലി യൂസിനൊക്കെ അതും വളരെ വൈഡായിട്ട് ഓപ്പൺ ആവുന്ന ഡോറുകൾ കാര്യങ്ങൾ വരുന്നുണ്ട്. കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. അത്തരത്തിൽ ഏത് ആസ്പെക്ട് നോക്കുകയാണെങ്കിലും
കിടിലൻ ചോയ്സ് ആണ് എന്നുള്ളതാണ്. എഗെയിൻ ഒന്നും കൂടി എടുത്ത് പറയുകയാണെങ്കിൽ പുറത്തെ ലുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻറ്റ് ഒപ്പീനിയൻ ഉണ്ടായിരിക്കാം എന്നുള്ളത്. ഇനി ബാറ്ററി പാക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 42 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കും 51.4 കിലോ വാട്ടിൻ്റെ എന്നിങ്ങനെ 2 ബാറ്ററി പാക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നമ്മുടെ കേരളത്തിലെ റോഡ് കണ്ടീഷൻ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം ഓടാനുള്ളൊരു റേഞ്ച് കാര്യങ്ങളൊക്കെ നമുക്കതിൽ കിട്ടുന്നുണ്ട് എന്നും പറയാം. സോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ അതും ഇതുപോലെ വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ കിട്ടും. ജസ്റ്റ് ലോഞ്ച് ചെയ്തിരുന്ന 13ാമത്തെ ദിവസമാണ് കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ട് 13ാമത്തെ ദിവസം ആഗസ്റ്റ് 3-നായിരുന്നു കേരളത്തിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം 13ാമത്തെ ദിവസമാണ് ഈ 150 വാഹനങ്ങൾ കസ്റ്റമറുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. അതായത് വണ്ടി ലോഞ്ചിന് മുമ്പ് തന്നെ 100+ ബുക്കിംഗ് വന്നു എന്നുള്ളത് ഇൻജോൺ ഗിയർ അവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും അത് ഒരു വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെപ്പറ്റി പറഞ്ഞിട്ട്. അത് വെറുതെ ഒരു ഫേക്ക് ആയിരുന്നില്ല, അത് എക്സാക്ട്ലി കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ ആയിരുന്നു എന്നുള്ളത് നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അല്ലെങ്കിൽ ഒരിക്കലും ലോഞ്ച് ചെയ്ത 13ാമത്തെ ദിവസം ഇത്തരത്തിൽ 150 വണ്ടി കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തിക്കാൻ ഒരാൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. അത് ഇത്ര വലിയൊരു ഇവൻറ്റിൽ ഒന്നുമില്ല, അടിപൊളിയായിട്ടുണ്ട്, ഞെട്ടിച്ചിട്ടുണ്ട്. സോ നിങ്ങളും ഒരു EV നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കിയർ ഷോറൂമിലൂടെ പോകണമെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് ഒന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് ലുക്കിൻ്റെ ഒരു സാധനം അവിടെ ഉണ്ടെങ്കിലും ഒറ്റയടിക്ക് നിങ്ങൾ ബ്ലൈൻഡ് ആയിട്ട് നോ പറയേണ്ട. നിങ്ങളൊന്ന് ഷോറൂമിൽ വസിറ്റ് ചെയ്യുക, വണ്ടി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ നിർബന്ധമായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ കണ്ടതുപോലെ സീറോ സിയുടെ ഏത് ആസ്പെക്ട് എടുത്ത് നോക്കിയാലും നമുക്ക് പർച്ചേസ് ചെയ്യാൻ തോന്നുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് എല്ലാം കിയ ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് ഒരു ബയ്യറുടെ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ എല്ലാ കോളും നമുക്ക് ടിക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. അതിൽപ്പെട്ട ഒരു കാര്യം കൂടി ലാസ്റ്റ് പറയാം, 100 കിലോ വാട്ടിൻ്റെ വരെ ചാർജ് ഇൻപുട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് ഈ പ്രൈസ് റേഞ്ചിൽ നമുക്ക് സീറോ സിയുടെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ട് എന്താ ഗുണം, നമുക്ക് ബാറ്ററി പാക്കും റേഞ്ചും എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ചാർജ് ആവുന്നതും സീറോ CV ആണ് എന്നുള്ളതാണ്. ജസ്റ്റ് 10% to 80% ആവാൻ 39 മിനിറ്റ് സീറോ CVക്ക് ആവശ്യമുള്ളൂ. സോ നിങ്ങൾ ആരെങ്കിലും EV നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും കിയ ഷോറൂം കൂടി വിസിറ്റ് ചെയ്യുക. സീറോ CV നിർബന്ധമായും ടെസ്റ്റ് ഡ്രൈവ് ചെയ്യേണ്ട ഒരു മോഡലാണ്. അത്രയും ഡീറ്റെയിൽസ് അറിയാൻ ഇൻജോയുടെ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.